നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരിൽ മാത്രം കേസ് ഒതുക്കരുതെന്ന് SITക്ക് നിർദ്ദേശം. സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും എതിർകക്ഷികളാക്കി പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് ഹൈക്കോടതി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുത്ത് വിതരണക്കാർ. ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കുടിശ്ശികയടയ്ക്കാൻ 10 ദിവസത്തെ സാവകാശം. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം ഏകീകരിച്ച് സർക്കാർ. ഷിഫ്റ്റിലെ സമയക്രമത്തിലും മാറ്റം. നാല് ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി തിരുവനന്തപുരത്ത്. നാളെ ശബരിമലയിൽ ദർശനം നടത്തും. തീർത്ഥാടകർക്ക് നിയന്ത്രണം. സംസ്ഥാനത്ത് നാളെ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്. നാളെ 3 ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 24 ഒമാനിൽ. ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ കേരള വിഭാഗം ഒരുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്തിന് 8 നാൾ കൗമാരക്കുതിപ്പിന്റെ ദിനങ്ങൾ. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു. മേളയിൽ മാറ്റുരയ്ക്കുന്നത് 20,000-ഓളം കായിക പ്രതിഭകൾ. മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ. വാർത്തകൾ വിശദമായി നോക്കാം. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഗൂഢാലോചന അന്വേഷിക്കണം. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരിൽ മാത്രം കേസ് ഒതുക്കരുതെന്ന് SITക്ക് നിർദ്ദേശം. ദേവസ്വം ബോർഡ് മിനിറ്റ്സ് പിടിച്ചെടുക്കാനും സുരക്ഷിതമായി സൂക്ഷിക്കാനും അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും എതിർകക്ഷികളാണ് പുതിയ കേസ് ഹൈക്കോടതി രജിസ്റ്റർ ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ക്രിമിനൽ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നും അന്വേഷണം ദേവസ്വം ബോർഡിലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുക്കരുതെന്നുമാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയത്. വർഷങ്ങൾ നീണ്ടുനിന്ന ക്രിമിനൽ ഗൂഢാലോചനയും കുറ്റകൃത്യത്തിന്റെ ആസൂത്രണവും വിശദമായി അന്വേഷിക്കണം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരെ മാത്രം അടച്ചിട്ട കോടതി മുറിയിൽ വിളിച്ചു വരുത്തിയാണ് കോടതി ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചത്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് അടക്കം പിടിച്ചെടുത്ത് രഹസ്യമായി സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ വിവരങ്ങൾ പ്രതികൾക്ക് ലഭിക്കാതിരിക്കുവാൻ കോടതി ദേവസ്വം ബോർഡിനെതിരെ സ്വമേധയാ കേസെടുക്കുകയും പുതിയ കേസിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെ ഒഴിവാക്കുകയും ചെയ്തു. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിന് പുറമെയാണ് പുതിയ കേസ്. ഇനിയുള്ള അന്വേഷണ വിവരങ്ങൾ പുതിയ കേസിലായിരിക്കും കോടതി പരിഗണിക്കുക. 2019 സ്വർണം പൂശിക്കൊണ്ടുവന്നപ്പോൾ തിരുവാഭരണം രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ തട്ടിപ്പിന് കളമൊരുക്കിയെന്നും കോടതി നിരീക്ഷിച്ചു. സ്വർണം പൂശിയ ഭാഗം നിറം മങ്ങിയപ്പോൾ ടെൻഡർ പോലും വിളിക്കാതെയാണ് വീണ്ടും പോറ്റിയെ ഏൽപ്പിച്ചതെന്നും കോടതി വിലയിരുത്തി. സ്വർണ്ണപ്പാളികളും വശങ്ങളിലെ പാളികളും ചെമ്പ് എന്ന് രേഖപ്പെടുത്തി കൈമാറിയതിൽ ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതിന് കാരണക്കാരായ എല്ലാ ഉദ്യോഗസ്ഥരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. പോറ്റി ചെന്നൈയിലും ബാംഗ്ലൂരിലും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ വഴികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടാണ് SP S ശശിധരൻ മുദ്രവെച്ച കവറിൽ ഹാജരാക്കിയത്. വിജയ് മല്യ നൽകിയ യഥാർത്ഥ സ്വർണം പൊതിഞ്ഞ പാളികൾ എവിടെ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മാറ്റി ചെമ്പിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവന്ന വഴിയും ഗൂഢാലോചനയും ആസൂത്രണവും അന്വേഷിക്കണം. 6 ആഴ്ചക്കകം അന്തിമ റിപ്പോർട്ട് നൽകാനാണ് കോടതി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. സമയം കൂടുതൽ അനുവദിക്കണമെന്ന് അന്വേഷണ സംഘം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല യുവതീ പ്രവേശനത്തിലെ NK പ്രേമചന്ദ്രന്റെ വിവാദ പരാമർശത്തിനെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബി. പ്രേമചന്ദ്രൻ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ലായിരുന്നു. ഏതെങ്കിലും പാർട്ടിയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് ബേബി പറഞ്ഞു. കോൺഗ്രസ് അല്ല, കോൺഗ്രസിൻ്റെ ഒപ്പം ഇപ്പോൾ നിൽക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രനാണ്. ഇത്തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശ്രീ NK പ്രേമചന്ദ്രൻ നടത്താൻ പാടില്ലായിരുന്നു. കാരണം കേരളമെന്ന് പറഞ്ഞാൽ മതസാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്. അപ്പം സംസ്ഥാനത്തെ 4 പ്രധാന സർക്കാർ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചകൾ തുടരുകയാണ്. ഉപകരണ വിതരണവുമായി ബന്ധപ്പെട്ട് കരാറുകാരുടെ കുടിശ്ശിക നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചിരുന്നു. ഇതേ തുടർന്ന് തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും മുഴുവൻ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്ന് വിതരണക്കാർ അറിയിച്ചിരുന്നു.
ഞങ്ങൾ ലെറ്റർ കൊടുത്തു ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് ഒരു 10 ദിവസം കൂടി. ഏതായാലും ഈ സമരം തുടങ്ങിയിട്ട് ഏകദേശം 52 ദിവസമാകുന്നു. അപ്പോൾ ഇനി ഒരു 10 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വളരെ പോസിറ്റീവായ ആയതുകൊണ്ടും ഒരു പോസിറ്റീവ് വൈബിലാണ് പുള്ളി എന്തായാലും സംസാരിച്ചത്. അതേസമയം വൻ തുക കുടിശ്ശിക വരുത്തിയതോടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണക്കാർ തിരിച്ചെടുത്തു തുടങ്ങി. ഇതിന്റെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുത്തു. വൈകുന്നേരമാണ് വിതരണ കമ്പനിയുടെ ആളുകൾ എത്തി ഉപകരണങ്ങൾ തിരികെ എടുത്തത്. 3 കമ്പനികളാണ് ഉപകരണങ്ങൾ തിരികെ എടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും 23 കോടിയിലധികം രൂപ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിയ ഇനത്തിൽ നൽകാനുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഉപകരണങ്ങൾ തിരിച്ചെടുത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നടക്കേണ്ടിയിരുന്ന ശസ്ത്രക്രിയകൾ അടിയന്തര പ്രാധാന്യത്തോടെ നടത്തുകയും ബാക്കിയുള്ളവയ്ക്കായി തീയതി പുനർനിശ്ചയിക്കുകയും ചെയ്യുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ദിവസേന 15ഓളം ശസ്ത്രക്രിയകളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിൽ നടന്നിരുന്നത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്തവർ നൽകിയ സ്റ്റോക്ക് തിരിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനകം 4 മെഡിക്കൽ കോളേജ് അധികൃതരുമായി വിതരണക്കാരുടെ സംഘടന ഇതിനോടകം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. 120ഓളം കോടി രൂപയാണ് കമ്പനികൾക്ക് കുടിശ്ശികയായി നൽകാനുള്ളത്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ ഡ്യൂട്ടി സമയം ഏകീകരിച്ച് സർക്കാർ. നഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവ്. പകൽ 6 മണിക്കൂറും രാത്രി 12 മണിക്കൂറും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തും. സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഏറെ ആശ്വാസകരവും പ്രയോജനകരവുമാകുന്ന ഉത്തരവാണ് തൊഴിൽ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രിക്ക് സമാനമായി സ്വകാര്യ ആശുപത്രികളിലും ഡ്യൂട്ടി സമയം ഏകോപിപ്പിച്ചിരിക്കുകയാണ്. പകൽ 6 മണിക്കൂറും രാത്രി 8 മണിക്കൂറും ഡ്യൂട്ടി ഷിഫ്റ്റാക്കിയാണ് ഉത്തരവ്. പകൽ 6 മണിക്കൂർ വീതം 2 ഷിഫ്റ്റാണ്. ഇതിനു പുറമെ അധിക സമയം ഡ്യൂട്ടി എടുക്കുമ്പോൾ ഓവർ ടൈം അലവൻസ് നൽകണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. 100 കിടക്കകളിൽ അധികമുള്ള സ്വകാര്യ ആശുപത്രികളിലായിരുന്നു ഇതുവരെ പകൽ 6 മണിക്കൂറും രാത്രി 12 മണിക്കൂറും ഷിഫ്റ്റ് ഉണ്ടായിരുന്നത്. പുതിയ ഉത്തരവ് വരുന്നതോടുകൂടി കിടക്കകളുടെ എണ്ണം നോക്കാതെ ഷിഫ്റ്റ് സമ്പ്രദായം എല്ലാ ആശുപത്രികളിലും ഒരുപോലെ ബാധകമാകും. നഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സർക്കാർ. വീരകുമാർ കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ച് 2021 പുറത്തിറക്കിയ ഉത്തരവാണ് ഇപ്പോൾ എല്ലാ ആശുപത്രികൾക്കും ബാധകമാക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് രാജ്ഭവനിൽ താമസിക്കുന്ന രാഷ്ട്രപതി നാളെ രാവിലെ ഹെലികോപ്റ്റർ മാർഗമാണ് ശബരിമല സന്ദർശനത്തിനായി പോകുക. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിലും സന്നിധാനത്തും അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഉള്ളത്. സേനയുടെ പ്രത്യേക വിമാനത്തിൽ 6:20 രാഷ്ട്രപതി എത്തിയത്. വിമാനത്താവളത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. മേയറും MLAയും മറ്റുദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. രാഷ്ട്രപതിയെ കാണാനായി വിമാനത്താവളത്തിന് പുറത്ത് റോഡിന്റെ എതിർവശത്തായി നിരവധി പേർ നിന്നിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ രാഷ്ട്രപതി വാഹനത്തിനുള്ളിലിരുന്ന് ജനങ്ങളെ നോക്കി കൈവീശി അഭിവാദ്യം ചെയ്തു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വിമാനത്താവളവും പരിസരവും കനത്ത സുരക്ഷാ കാവലിലായിരുന്നു. രാഷ്ട്രപതി തലസ്ഥാനത്തുള്ള 3 ദിവസവും നഗരത്തിൽ പ്രത്യേക സുരക്ഷയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാജ്ഭവനിലാണ് താമസ സൗകര്യം. രാവിലെ 9:30 ഹെലികോപ്റ്റർ മാർഗം ശബരിമലയിലേക്ക് പോകും. നിലയ്ക്കലിൽ ഇറങ്ങി റോഡ് മാർഗം പമ്പയിലെത്തി പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തേക്ക് പോകും. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത കാവലിലാണ് ശബരിമലയും സന്നിധാനവും. ഭക്തർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ടോടുകൂടി വീണ്ടും തലസ്ഥാനത്ത് മടങ്ങുന്ന രാഷ്ട്രപതി വ്യാഴാഴ്ച രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷം ശിവഗിരിയിലേക്ക് പോകും. ശ്രീനാരായണ ഗുരു സമാധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കും. 24-ന് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ പരിപാടിയിലും പങ്കെടുത്ത ശേഷമാകും ഡൽഹിയിലേക്ക് മടങ്ങുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UAE-യിലെ ഗതാഗത നിയമം കൂടുതൽ കർശനമാക്കുന്നു. ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് 3 വർഷം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും തടവും കനത്ത പിഴയും ശിക്ഷ ലഭിക്കും. നിരത്തിലിറക്കാൻ അനുമതിയില്ലാത്ത വാഹനങ്ങൾ ഓടിക്കുക, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക എന്നിവ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളായാണ് കണക്കാക്കുന്നത്. 3 മാസം വരെ തടവും 10,000 ദിർഹം വരെ പിഴയുമാണ് ഇത്തരം നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ. അശ്രദ്ധമായി വാഹനം ഓടിച്ച് പൊതുജനങ്ങൾക്കോ വസ്തുക്കൾക്കോ നാശനഷ്ടമുണ്ടാക്കും വിധമുള്ള അപകടങ്ങൾ ഉണ്ടാക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നീ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടാൽ ഡ്രൈവർ
ഡ്രൈവറെ അറസ്റ്റ് ചെയ്തുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഗുരുതര സ്വഭാവമുള്ള നിയമലംഘകരുടെ ലൈസൻസ് 3 വർഷം വരെ സസ്പെൻഡ് ചെയ്യും. ആ കാലാവധിക്ക് ശേഷം 2 വർഷം വരെ പുതുക്കാനും സാധിക്കില്ല. കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് സയീദ് അൽ സബാഹുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. നിക്ഷേപം, സാമ്പത്തിക സ്ഥിരത എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രസ്താവന വ്യാജമാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നിർമ്മിച്ചതാണെന്നും മന്ത്രാലയം സ്ഥിരീകരിച്ചു. മന്ത്രിയുടെ ഏത് പ്രസ്താവനയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അംഗീകൃത ചാനലുകൾ വഴിയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ മന്ത്രാലയം വഴി മാത്രമാണ് പ്രസിദ്ധീകരിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. എല്ലാവരും വാർത്തയിൽ കൃത്യത ഉറപ്പുവരുത്തണം. കെട്ടിച്ചമച്ച വാർത്തകൾക്ക് പിന്നാലെ പോകരുതെന്നും വിവരങ്ങൾ വിശ്വസനീയ ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നും മാത്രം സ്വീകരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ തൊഴിൽ വിപണിയിൽ ഏഷ്യൻ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുകയും ഈജിപ്ഷ്യൻ തൊഴിലാളി ശക്തി കുറയുന്നതായും റിപ്പോർട്ട്. രാജ്യത്തെ തൊഴിൽ വിപണിയിൽ ഇന്ത്യക്കാരുടെ ആധിപത്യം തുടരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെ 8,92,000 പരം ഇന്ത്യക്കാരാണ് കുവൈറ്റ് വിപണിയിൽ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 41,000 ഇന്ത്യൻ തൊഴിലാളികളാണ് തൊഴിൽ വിപണിയിൽ വർദ്ധിച്ചത്. അതേസമയം ഈജിപ്ഷ്യൻ തൊഴിലാളികളുടെ എണ്ണം 4,72,000 കുറഞ്ഞുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2024 ജൂൺ മുതൽ 2025 ജൂൺ വരെയുള്ള കാലയളവിൽ രാജ്യത്തെ മൊത്തം തൊഴിലാളികളുടെ എണ്ണം 88,000 വർദ്ധിച്ചുവെങ്കിലും ഈജിപ്ഷ്യൻ തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നതാണ് ശ്രദ്ധേയം. 91,000 വിദേശ തൊഴിലാളികളാണ് ഈ കാലയളവിൽ പുതുതായി എത്തിയത്. ഇവരിൽ ഭൂരിഭാഗവും ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമോ ഉള്ള തൊഴിലാളികളുടെ ശതമാനം 16.2 നിന്നും 13.5% കുറഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അമൃത ന്യൂസ്, കുവൈറ്റ്. സൗദിയിൽ വിഷൻ 2030 ആരംഭിച്ച ശേഷം സമ്പദ് വ്യവസ്ഥയിൽ 80% വളർച്ച കൈവരിച്ചതായി നിക്ഷേപ മന്ത്രി എഞ്ചിനീയർ ഖാലിദ് അൽഫാലിഹ് വ്യക്തമാക്കി. 9 വർഷം മുൻപ് 2016 വിഷൻ 2030 ആരംഭിച്ച ശേഷം എണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടും COVID-19 പോലുള്ള ആഗോള വെല്ലുവിളികൾക്കായി സൗദി സമ്പദ് വ്യവസ്ഥ 80% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ സ്വകാര്യ മേഖലയുടെ സംഭാവന 2016 40% 2016 രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 2.8 ട്രില്യൺ റിയാലായിരുന്നു. ഇന്ന് സൗദി സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം 4.8 ട്രില്യൺ റിയാലായി ഉയർന്നു. സ്വകാര്യ മേഖലയുടെ സംഭാവന 2.3 ട്രില്യൺ റിയാലാണ്. സൗദിയിൽ ഫൈനൽ എക്സിറ്റ് വിസ നൽകുന്ന തൊഴിലാളികൾ വിസ കാലാവധിക്കുള്ളിൽ രാജ്യം വിടുന്നത് തൊഴിലുടമകൾ ഉറപ്പുവരുത്തണമെന്ന് സൗദി ജവാസാത്ത് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. തൊഴിലാളികൾക്ക് എക്സിറ്റ് വിസ നൽകിക്കഴിഞ്ഞാൽ അവർ രാജ്യം വിടുന്നത് ഉടമകൾ നിരീക്ഷിക്കണമെന്നും ഇത്തരം തൊഴിലാളികൾ എവിടെയാണ് കഴിയുന്നതെന്ന് അറിയില്ലെങ്കിൽ ഫൈനൽ എക്സിറ്റ് റദ്ദാക്കണമെന്നും തുടർന്ന് തൊഴിലാളികൾ ഒളിച്ചോടിയതായി പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും ജവാസാത്ത് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 24 ഒമാനിലെത്തും. ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ കേരള വിഭാഗം ഒരുക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംഘാടക സമിതി അറിയിച്ചു. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ മുഖ്യമന്ത്രിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ തനത് പാരമ്പര്യം വിളിച്ചോതുന്ന കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. 25-ാം തീയതി ഒമാനിലെ സലാലയിലും മുഖ്യമന്ത്രി എത്തും. 26 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിലെ മാറ്റങ്ങളും രാജ്യാന്തര സഹകരണവും ചർച്ച ചെയ്യുന്ന ഗ്ലോബൽ ഫുഡ് വീക്കിന് അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ തുടക്കമായി. ഒക്ടോബർ 23 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ ഇന്ത്യ അടക്കം 75 രാജ്യങ്ങൾ പങ്കെടുക്കും. മേളയുടെ ഭാഗമായി വിവിധ കരാറുകളിൽ റീറ്റെയിൽ മേഖലയിലെ പ്രമുഖരായ ലുലു ഗ്രൂപ്പ് ഒപ്പുവെച്ചു. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനാണ് ഗ്ലോബൽ ഫുഡ് വീക്കിന് നേതൃത്വം നൽകുന്നത്. പുതിയ കാലത്തെ ഭക്ഷണ സംസ്കാരം, ഭക്ഷ്യോൽപാദനം, കാർഷിക നയങ്ങൾ, വിതരണ ശൃംഖലകൾ എന്നീ മേഖലകളിലെ മാറ്റങ്ങൾ മേളയിൽ ചർച്ച ചെയ്യും. ഇന്ത്യ ഉൾപ്പെടെ 75 രാജ്യങ്ങളിലെ 2070 പ്രദർശകരാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. പ്രസിഡൻഷ്യൽ കോർട്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, UAE കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഡോക്ടർ അംന ബിൻ അബ്ദുള്ള അൽ ദഹക്,
സൗദി പരിസ്ഥിതി ജലവിഭവ കാർഷിക വകുപ്പ് സഹമന്ത്രി എഞ്ചിനീയർ മൻസൂർ ഹിലാൽ അൽ മുഷൈദി അടക്കമുള്ളവർ ആദ്യ ദിനം ഗ്ലോബൽ ഫുഡ് വീക്ക് എക്സിബിഷനിലെത്തി. ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങേകുന്ന സായിദ് ഹയർ ഓർഗനൈസേഷനുമായി ചേർന്ന് അവർ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികൾ ശേഖരിക്കാനുള്ള ധാരണാപത്രത്തിൽ ലുലു ഗ്രൂപ്പ് ഒപ്പുവെച്ചു. ഇവയ്ക്കുള്ള വിപണി ലുലു സ്റ്റോറുകളിൽ ഉറപ്പാക്കും. സായിദ് ഹയർ ഓർഗനൈസേഷൻ ഡയറക്ടർ അബ്ദുല്ലാലി അൽ ഹുമൈദാനും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള മേഖലകളിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി ഷെയ്ഖ ഫാത്തിമ ബിൻത് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തുടക്കം കുറിച്ച ഫാത്തിമ ബിൻത് മുഹമ്മദ് ബിൻ സായിദ് ഇനീഷ്യേറ്റീവ് പദ്ധതിക്കും ലുലു ഗ്രൂപ്പ് പിന്തുണ അറിയിച്ചു. സ്ത്രീകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി ലഭ്യമാക്കി മുന്നേറ്റത്തിന് കരുത്തേകുന്നതാണ് പദ്ധതി. CEO സെയ്ഫി രൂപവാല, ചീഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലിം BI എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. UAE വൈവിധ്യമാർന്ന തേൻ ഉൽപ്പന്നങ്ങൾ, ഡേറ്റ് സിറപ്പ്, കോഫി, മീറ്റ് പ്രൊഡക്ട്സ് തുടങ്ങിയവയുടെ പുതിയ ശേഖരവും ഗ്ലോബൽ ഫുഡ് വീക്കിൽ ലുലു അവതരിപ്പിച്ചു. ഈ മാസം 23 വരെയാണ് പ്രദർശനം. അമൃത ന്യൂസ്, അബുദാബി. ലുലുവിന്റെ സൗദി അറേബ്യയിലെ 71ാമത്തെ സ്റ്റോർ റിയാദ് തുവൈഖിൽ പ്രവർത്തനം ആരംഭിച്ചു. സൗദി നിക്ഷേപക മന്ത്രാലയം അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മുഹമ്മദ് അൽ അംഖരി ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റിയാദ് ചേംബർ ബോർഡ് അംഗം തുർക്കി അൽ അജ്ലാൻ, സൗദി അറേബ്യയിലെ UAE അംബാസിഡർ മദർ സലീം അൽ ദഹേരി, സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. സൗദി അറേബ്യയുടെ വിഷൻ 2030 പിന്തുണയേകി റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് തുവൈക്കിലെ പുതിയ സ്റ്റോർ എന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി പറഞ്ഞു. Happy to welcome all my colleagues and friends for the inaugural ceremony of our Lulu hypermarket located in Tuwaik in Riyadh. May God's blessings be showered upon His Majesty, custodian of two holy mosques, King. ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ നടന്ന വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്ന പരിപാടി അവതരണ മികവ് കൊണ്ട് ശ്രദ്ധേയമായി. 4 പതിറ്റാണ്ട് കാലമായി സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ച് നാടക ചലച്ചിത്ര പിന്നണി ഗായകൻ കല്ലറ ഗോപന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പരിപാടിയിൽ സമ്മാനിച്ചു. ചിത്രകാരനും ശില്പിയുമായ നിസാർ ഇബ്രാഹിം രൂപകൽപ്പന ചെയ്ത ശില്പം ഫ്ലീറ്റ് ലൈൻ ഷിപ്പിംഗ് ഉടമ പീറ്റർ മാത്യു കല്ലറ ഗോപന്റെ മകളും ഗായികയുമായ നാരായണി ഗോപന് കൈമാറി. മലയാള നാടക ചരിത്രത്തെ ആസ്പദമാക്കി ഷാബു ക്ലിത്തട്ടിലാണ് പരിപാടി സംവിധാനം ചെയ്തത്. തമിഴ് സംഗീത നാടകത്തിൽ തുടങ്ങി KPSCയുടെയും KT മുഹമ്മദിന്റെയും കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെയും ഒക്കെ നാടകങ്ങളുടെ ചരിത്രം ഉൾപ്പെടുത്തിയാണ് പരിപാടി നടന്നത്. ഗായകൻ G ശ്രീറാം, ഡോക്ടർ ഹിതേഷ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ജിദ്ദയിലെ ഭക്ഷണപ്രേമികൾക്ക് സന്തോഷ വാർത്ത. 6 വർഷത്തെ വിജയകരമായ പ്രവർത്തനത്തിന് ശേഷം കഡൻസ് ഇന്ത്യൻ ക്യൂസിൻ അവരുടെ പുതിയ സംരംഭമായ ക്യാൻ അറ്റ് സീ ഫാസ്റ്റ് ഫുഡ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ജിദ്ദ മുഷരിഫ് ഷാര കർണാത്ത സ്ട്രീറ്റിൽ ഫിലിപ്പൈൻസ് ഇന്റർനാഷണൽ സ്കൂളിന് സമീപമാണ് ഖേഡൻസ് ഇന്ത്യൻ ക്യുസിൻ അതിന്റെ പുതിയ ബ്രാഞ്ച് തുടങ്ങിയത്. കഴിഞ്ഞ 6 വർഷമായി മികച്ച നിലവാരമുള്ള ഭക്ഷണം നൽകി വിജയം കൈവരിച്ചതിന്റെ ഭാഗമായാണ് പുതിയ സംരംഭമായ ക്യാൻ അറ്റ് സീ ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയത്. ഖേഡൻസ് മാനേജർ ഹസൻ ബത്തേരി പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷംസു കണ്ടോണത്ത്, അബൂബക്കർ ദാരിമി, VP മുസ്തഫ, സാബിൽ മമ്പാട്, നിസാർ ചോലക്കൽ, അബ്ദുള്ള ഹിറ്റാച്ചി എന്നിവരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ വിജയം 6 വർഷത്തെ തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് ഹസൻ ബത്തേരി അഭിപ്രായപ്പെട്ടു. ഞങ്ങൾ ഇതുവരെ ജിദ്ദ സമൂഹം കേഡൻസ് റെസ്റ്റോറൻറ്റിനെ അൽഹംദുലില്ലാ ഏറ്റെടുത്ത് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്കൊരു പ്രചോദനമാണ് ബോസ്റ്റും കൂടി ഒന്ന് ട്രൈ തുടങ്ങണമെന്നുള്ളത്. പുതിയ സ്ഥാപനമായ ക്യാൻ അറ്റ് സീ ഫാസ്റ്റ് ഫുഡിൽ ഫ്രൈഡ് ചിക്കൻ, ബ്രോസ്റ്റഡ് ചിക്കൻ, ബർഗർ, സാൻഡ്വിച്ച്, സലാഡ്, പാസ്ത തുടങ്ങിയ വിഭവങ്ങളാണ് പ്രധാനമായും ലഭ്യമാവുക. പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഈ മാസം അവസാനം വരെ മിക്ക ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടാകുമെന്ന് കാഡൻസ് ഡയറക്ടർ സംസ് കൊണ്ടോണത്ത് പറഞ്ഞു. സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു പ്രൈസും കാര്യങ്ങളായിട്ട് ഫ്രഷോട് കൂടിയാണ് ചിക്കൻ ആയിക്കോട്ടെ, മറ്റുള്ള ബർഗർ ഐറ്റംസ്, ഫ്രൈഡ് ചിക്കൻ എല്ലാം. ജിദ്ദയിൽ മലബാർ ബിരിയാണിക്ക് പേര് കേട്ട സ്ഥാപനമാണ് കാഡൻസ് ഇന്ത്യൻ ക്യൂസിൻ. തുടക്കം മുതൽ ബിരിയാണിയിൽ നമ്പർ 1 ആണ്. വിവിധ തരം ഇന്ത്യൻ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. 2 സ്ഥാപനങ്ങളിലും പുതിയതും ഗുണമേന്മയുള്ളതുമായ ചിക്കൻ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് സ്ഥാപകർ ഉറപ്പിച്ചു പറഞ്ഞു.
സുൽഫിഖ് റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സ്ത്രീകളുടെ കൂട്ടായ്മയായ മയൂര ദുബായിൽ സംഘടിപ്പിച്ച ഗ്ലോ ഇൻ പിങ്ക് എന്ന പേരിൽ ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. സ്ത്രീകളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, സൗന്ദര്യം, സാഹോദര്യം എന്നിവയെ ആഘോഷിക്കുക എന്ന സന്ദേശത്തിലായിരുന്നു വർക്ക്ഷോപ്പ്. സ്ഥാനാർബുദ ബോധവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായ് എത്തിസലാത്ത് അക്കാദമി ഹാളിലായിരുന്നു ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി. സ്ഥാനാർബുദ ബോധവൽക്കരണ ക്ലാസുകൾ, വ്യക്തിവികാസ പരിശീലന സെക്ഷൻ, മേക്കപ്പ് പരിശീലനം എന്നിവയൊക്കെ പരിപാടിയുടെ ഭാഗമായി നടന്നു. വിവിധ മത്സരങ്ങളും സ്ത്രീകൾ തന്നെ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. കുവൈറ്റിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കല ആർട്ട് കുവൈറ്റ് ശിശുദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂൾ കുട്ടികൾക്കായി നിർമ്മിക്കുന്ന നിറം 2025 ചിത്രരചനാ മത്സരം നവംബർ 14 വെള്ളിയാഴ്ച ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ നടക്കും. ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ശിശുദിനത്തിന്റെ ഭാഗമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 137ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് കല ആർട്ട് കുട്ടികൾക്കായി പരിപാടി സംഘടിപ്പിക്കുന്നത്. 2005 മുതൽ നിറം എന്ന നാമകരണത്തിൽ സംഘടിപ്പിച്ചു വരുന്ന പരിപാടിയുടെ 21ാം വാർഷികമാണ് ഈ വർഷം നടക്കുന്നത്. ഡ്രോയിങ്ങിലും പെയിന്റിങ്ങിലുമായി 4 ഗ്രൂപ്പുകളിലായിരിക്കും മത്സരം നടത്തുക. രക്ഷിതാക്കൾക്കും സന്ദർശകർക്കും പങ്കെടുക്കാവുന്ന ഓപ്പൺ ക്യാൻവാസ് പെയിന്റിംഗും ഒരുക്കിയിട്ടുണ്ട്. ഓപ്പൺ ക്യാൻവാസ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കും സമ്മാനം നേടാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് kala.kuwait@gmail.com എന്ന ഇമെയിൽ വഴിയും കൂടാതെ 67042514 അല്ലെങ്കിൽ 66114364 അല്ലെങ്കിൽ 60073419 എന്നീ നമ്പറുകൾ വഴിയും ബന്ധപ്പെടാവുന്നതാണ്. ജിദ്ദയിലെ വാണിജ്യരംഗത്തെ പ്രമുഖൻ വണ്ടൂർ തുവൂർ താണിക്കുത്ത് പറവട്ടി റഫീഖ് ഹാജി അന്തരിച്ചു. ഷറഫിയ ജവാസാത്തിന്റെ അടുത്താണ് താമസം. ജിദ്ദയിലെ താമസ സ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. മാനു ഹാജി ഖദീജ ദമ്പതികളുടെ മകനാണ്. ഭാര്യ റീഷ, മക്കൾ നിദ, ഷെറിൻ, റോഷൻ, റിസ്വാൻ, നൌറിൻ, റഫാൻ എന്നിവരാണ്. ജിദ്ദ KMCC വെൽഫെയർ വിങ് എല്ലാ സഹായവും ചെയ്തു വരുന്നു. കുവൈറ്റിലെ വനിതാ സാംസ്കാരിക കൂട്ടായ്മയായ മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് കുവൈറ്റ് ചാപ്റ്റർ സംഘടിപ്പിച്ച 8ാം വാർഷിക മെഗാ പരിപാടി ജൽസ 2025 വിവിധ നൃത്ത സംഗീത പരിപാടികളോടെ അബ്ബാസിയ ആസ്പെയർ സ്കൂളിൽ വെച്ച് നടന്നു. പ്രശസ്ത ഡാൻസറും ബിഗ് ബോസ് വിന്നറുമായ ദിൽഷ പ്രസിഡന്റ് മുഖ്യാതിഥിയായിരുന്ന പരിപാടിയിൽ പ്രസിഡന്റ് അമ്പിളി രാകേഷ് അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥി പ്രധാന സ്പോൺസർമാരും MME കോർ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾക്ക് തിരികൊളുത്തി. MME കുവൈറ്റിന്റെ അംഗങ്ങളും കുവൈറ്റിലെ പ്രമുഖ നൃത്ത വിദ്യാലയങ്ങളിലെ കലാകാരന്മാരുമൊപ്പം ദിൽഷ പ്രസന്നനും ചേർന്ന് അവതരിപ്പിച്ച നൃത്ത പരിപാടികൾ ജൽസ 2025 വ്യത്യസ്തമാക്കി. പുണ്യ പ്രദീപും താമരശ്ശേരി ചുരം ബാൻഡും ചേർന്ന് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഷോയും ജൽസ 2025 മാറ്റുകൂട്ടി. ഇനി മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് തുലാവർഷം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണ് മഴ ശക്തമാകുന്നത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അറബിക്കടലിൽ നേരത്തെ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ശക്തി പ്രാപിക്കുകയാണ്. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നാളെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. സനാതനധർമ്മത്തിന്റെ ഒരുമയ്ക്ക് രാഷ്ട്രീയം മറന്ന ഹൈന്ദവർ ഒറ്റക്കെട്ടാകണമെന്ന് മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് പറഞ്ഞു. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ധർമ്മസന്ദേശ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ധർമ്മസന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. പ്രൗഢഗംഭീരമായ സമാപന ചടങ്ങിൽ ധർമ്മസന്ദേശ യാത്രയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം ചടങ്ങിൽ വായിച്ചു.
ഹൈന്ദവ സമൂഹത്തെ കേരളത്തനിമയിലേക്ക് തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സന്യാസ സംഘമായ മാർഗദർശക മണ്ഡലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി 14 ദിവസമായി നടന്ന ധർമ്മ സന്ദേശയാത്രയ്ക്കാണ് തിരുവനന്തപുരത്ത് സമാപനമായത്. സമാപന സമ്മേളനത്തിന്റെ മുന്നോടിയായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിൽ നടന്ന സ്വീകരണത്തിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി തിരിതെളിയിച്ചു. തുടർന്ന് ചെണ്ടമേളത്തിന്റെയും മുത്തുക്കുടയുടെയും അകമ്പടിയോടെയാണ് സന്യാസി ശ്രേഷ്ഠരെ സമാപന വേദിയിലേക്ക് ആനയിച്ചത്. സമാപന സമ്മേളനത്തിൽ സംസ്ഥാനത്തെ വിവിധ സന്യാസി സമൂഹത്തിലെ മഠാധിപതികൾ ചേർന്ന് നിലവിളക്ക് കൊളുത്തി. ധർമ്മ സന്ദേശയാത്രയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം സ്വാമി വേദ അമൃതാനന്ദപുരി വേദിയിൽ വായിച്ചു. സന്ദേശയാത്ര ഹൈന്ദവ സമൂഹത്തിന് പുതിയ ഊർജവും ഉണർവും പകർന്നതായും കാലത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സന്യാസ സമൂഹം തയ്യാറാകണമെന്നും അമ്മ ആഹ്വാനം ചെയ്തു. ധർമ്മ സന്ദേശയാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പുതിയ ഉണർവും ഊർജവും പകർന്നു നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇതോടെ നമ്മുടെ കർത്തവ്യം അവസാനിച്ചു ധരിക്കരുത്. ഒരു വിട്ടുപോകൽ മാത്രമേ നടന്നിട്ടുള്ളൂ. വെള്ളവും വളവും നൽകി പരിപാലിക്കുക എന്ന ധർമ്മം ശേഷിക്കുന്നു. ഇനിയത് കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മം പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പണ ബോധത്തോടെ നിസ്വാർത്ഥതയോടെ ചെയ്യണം. ആശ്രമത്തിൽ ഒതുങ്ങിക്കൂടി ശാസ്ത്ര പഠനവും ധ്യാനവും ജപവും ചെയ്യുക എന്നത് മാത്രമല്ല സന്യാസിമാരുടെ ധർമ്മം. ഹൈന്ദവരെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ബോധവാന്മാർ ആക്കുന്നതോടൊപ്പം ആചാരാനുഷ്ഠാന പദ്ധതികളിൽ കാലോചിതമായ മാറ്റമുണ്ടാകണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റി പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. രാഷ്ട്രീയം മറന്ന് മതത്തിനു വേണ്ടി ഒന്നാവാൻ ഹൈന്ദവർ തയ്യാറാകണമെന്ന് ധർമ്മ സന്ദേശം നൽകിയ മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ആവശ്യപ്പെട്ടു. എല്ലാത്തിനും വഴിയുണ്ട് എന്ന സർക്കാർ സന്ദേശം ഉൾക്കൊള്ളാൻ ഹൈന്ദവ സമൂഹം തയ്യാറായാൽ ചെമ്പ് സ്വർണമാകില്ലെന്നും സ്വർണം ചെമ്പാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 5 ദേവസ്വം ബോർഡുകളിലെ ഓഡിറ്റിംഗ് നടക്കാത്തിടത്തോളം കാലം ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും കാണിക്കയിടില്ല എന്ന് ഹൈന്ദവർ തീരുമാനിക്കണമെന്നും സ്വാമി പറഞ്ഞു. ദേവസ്വങ്ങളിൽ നടക്കുന്ന അനീതികളും ഹിന്ദു സമാജത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ദുഷ്ചെയ്തികളും ചൂഷണങ്ങളും മറ്റുമാണ്. ഒറ്റ തീരുമാനം എടുത്താൽ മതി. എല്ലാ ദേവസ്വങ്ങളുടെയും 5 ദേവസ്വങ്ങളാണ് കേരളത്തിൽ, 5ന്റെയും ഓഡിറ്റ് റിപ്പോർട്ട് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നത് വരെ ഞങ്ങൾ 9 പൈസ ഗവൺമെന്റ് ക്ഷേത്രത്തിൽ ഇടില്ല. ശബരിമല പോയാൽ പ്രാർത്ഥിക്കുക, ഭഗവാനേ സ്വാമിയേ ശരണയ്യപ്പ, നീ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഭണ്ഡാരത്തിൽ പൈസ ഇട്ടോളാം, അതുവരെ 9 പൈസ ഇടില്ല. ഗുരുവായൂർ പോകുമ്പോൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ നിന്നെയും എന്നെയും. ജനാധിപത്യ സമൂഹത്തിൽ വോട്ടാണ് എല്ലാം നിർണയിക്കുന്നത്. കുടുംബാസൂത്രണം എന്നത് ഹൈന്ദവർ മാത്രമല്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ എല്ലാവരും തയ്യാറാകണമെന്നും സ്വാമി പറഞ്ഞു. ധർമ്മ സന്ദേശ പ്രതിജ്ഞയും ചടങ്ങിൽ ഏറ്റുചൊല്ലി. ഈശ്വരാരാധന നിഷ്ഠമായ ജീവിതം നയിക്കും. വിവിധ ആരാധനാ സമ്പ്രദായങ്ങളെ മാനിച്ചു. ധർമ്മ സന്ദേശത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സൂഫി ഇസ്ലാമിക് ബോർഡ് സംസ്ഥാന കമ്മിറ്റിയുടെ മംഗളപത്രം സദസ്സിൽ വായിച്ചു. കൈമനം അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി, സ്വാമി സ്വപ്രഭാനന്ദ, സ്വാമി ചിദാനന്ദ ഭാരതി, മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി, മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി, പ്രജ്ഞാനന്ദ തീർത്ഥപാദർ തുടങ്ങി നിരവധി സന്യാസി ശ്രേഷ്ഠർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 27ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നാളെ മുതൽ 28-ാം തീയതി വരെ 12 വേദികളിലായി നടക്കുന്ന മത്സര ഇനങ്ങളിൽ 20,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.